അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഭൂമിയിൽ അധിവസിക്കുന്ന ഏതൊരാളും ഭൗതികാസ്വാദനങ്ങളെ ആഗ്രഹിക്കാത്തവർ വളരെ കുറവാണ്. ജീവിതത്തിൽ നല്ല ഭാര്യ, സന്താനങ്ങൾ, വീട്, വാഹനം എന്നിങ്ങനെ എല്ലാ അത്യാധുനിക സൗകര്യങ്ങളോടു കൂടി മുന്നോട്ട് പോകാനാണ് പരിശ്രമിക്കുന്നത്. ഇതിനുവേണ്ടി മനുഷ്യൻ കഠിനാധ്വാനം ചെയ്യുമ്പോഴും ജഗന്നേതാവായ റബ്ബുൽ ഇസ്സത്തിൻ്റെ വാക്കുകളെ മുഖവിലക്കെടുക്കാൻ ഞാനും നിങ്ങളും തയ്യാറാകുന്നില്ല. ഖുർആൻ പ്രതിപാദിക്കുന്നത് നോക്കുക. ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലിസ് സമാ അലൈക്കും മിദ്റാറ വയുംദിദുക്കും ബിഅംവാലിൻ വബനീന വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറ. നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ പാപമോചനം തേടുക, അവൻ പുറത്തുവരുന്നവനാണ്. നിങ്ങൾക്ക് ആകാശത്തുനിന്ന് മഴ വർഷിപ്പിക്കുന്നു, മുതലുകളെയും സന്താനങ്ങളെയും അധികരിപ്പിക്കുന്നു, തോട്ടങ്ങളും നദികളും നിങ്ങൾക്ക് നൽകുന്നു. ഇത്യാദി ധാരാളം ഉപകാരങ്ങൾ ഇസ്തിഗ്ഫാറിലൂടെ ലഭിക്കുമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്യുമ്പോൾ നാം അവഗണിക്കുകയോ അല്ലെങ്കിൽ കാര്യത്തിൻ്റെ ഗൗരവത്തെ മനസ്സിലാക്കാതെ പോവുകയോ ആണ്. ഇസ്തിഗ്ഫാറിൻ്റെ മഹാത്മ്യത്തെ സംബന്ധിച്ച് ഖുർആനിൽ പല സ്ഥലങ്ങളിലും പ്രതിപാദിക്കുന്നുണ്ട്. പല പ്രവാചകന്മാരും അവരുടെ ജനതയെ ഉത്ബോധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആ ജനത കളവാക്കിയപ്പോൾ അള്ളാഹു തആല മഴ പിടിച്ചു വെക്കുകയും 40 വർഷത്തോളം സ്ത്രീകൾ പ്രസവിക്കാതിരിക്കുകയും കാലികളും കൃഷികളും നാമാവിശേഷമാകുകയും ചെയ്തപ്പോൾ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ആ ജനത പരാതി ബോധിപ്പിക്കുകയുണ്ടായി. തദവസരത്തിൽ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കാനാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് ആജ്ഞാപിച്ചത്. ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദിനേന കുറഞ്ഞത് 70 പ്രാവശ്യം ഇസ്തിഗ്ഫാർ ചൊല്ലാറുണ്ടായിരുന്നു. ഇത് കുറ്റകൃത്യങ്ങൾക്കുള്ള പാപമോചനമായിരുന്നില്ല, ആരാധനയുടെ ഭാഗമായിട്ടും സമുദായത്തെ ഇതിൻ്റെ മഹാത്മ്യം മനസ്സിലാക്കി കൊടുക്കുന്നതിനും വേണ്ടിയായിരുന്നു. മല്ലജിമൽ ഇസ്തിഗ്ഫാറ ജഅലല്ലാഹു ലഹു മിൻകുല്ലി ഹമ്മിൽ ഫറജ വമിൻകുല്ലി ദീഖിൽ മഖ്റജ. ആരെങ്കിലും ഇസ്തിഗ്ഫാർ നിത്യമാക്കിയാൽ അവന് അള്ളാഹു ഓരോ മനക്ലേശങ്ങളിൽ നിന്നും വിശാലതയും ദുരിതങ്ങളിൽ നിന്നും അഭയവും നൽകുന്നതാണ്. മനുഷ്യ ശരീരം കുറ്റകൃത്യങ്ങളിൽ നിന്ന് ഒഴിവാകുന്നില്ല. എല്ലാ നല്ല കാര്യങ്ങൾക്കും ശേഷവും ഇസ്തിഗ്ഫാർ സുന്നത്താണ്. നമസ്കാരം, ഹജ്ജ് എന്നീ കർമ്മങ്ങൾക്ക് ശേഷം നാം ചൊല്ലുന്ന ഇസ്തിഗ്ഫാർ അതിനുള്ള വീഴ്ചകളെ പരിഹരിക്കുന്നതിന് വേണ്ടി കൂടിയാണ്. ഇസ്തിഗ്ഫാർ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ഉപകാരപ്രദമായ ആരാധനകളിൽപ്പെട്ടതാണ്. പല ആയത്തുകളിലൂടെ നമ്മളോട് അള്ളാഹു കൽപ്പിക്കുകയും ചെയ്യുന്നു. മനുഷ്യ ശരീരത്തിന് ഇസ്തിഗ്ഫാർ കൊണ്ടുള്ള നേട്ടങ്ങൾ പലതുണ്ട്. അള്ളാഹുവിലേക്ക് അടുക്കുക, അടിമകളുടെ ബുദ്ധിമുട്ടുകളെയും അവരുടെ ഹൃദയങ്ങളെയും വിശാലമാക്കുക, ജന്നാത്തുൽ നഈമിൽ പ്രവേശിക്കാനുള്ള കാരണങ്ങളിലൊന്നാകുക, അവനെ തൊട്ടുള്ള ഇടങ്ങേറുകളെ തടയുക, രോഗങ്ങൾക്കുള്ള ശിഫയുടെ കാരണമാകുക, അധികരിച്ച മോശമായ പ്രവൃത്തികളെ ചെയ്യാതിരിക്കാൻ വഴിവെക്കുക, കിയാമത്ത് നാളിൽ നരകത്തെ തൊട്ട് രക്ഷ പ്രാപിക്കുന്നത് കാരണങ്ങളിൽ ഒന്നാവുക. ഇങ്ങനെയുള്ള പ്രയോജനങ്ങൾ ജീവിതത്തിൽ നേടിയെടുക്കാൻ സാധിക്കുന്ന ദിക്റുകളാണ് ഇസ്തിഗ്ഫാറിൻ്റെ ഓരോ വചനങ്ങളും. അതുകൊണ്ട് നാം ഈ കൽപ്പന മുഖവിലക്കെടുത്തുകൊണ്ട് ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിക്കാൻ തയ്യാറായാൽ ജീവിതത്തിൽ ഒരു പ്രയാസവും കൂടാതെ എല്ലാവിധ നന്മയോടും ബർക്കത്തോടും കൂടി ജീവിതം നയിക്കാൻ സാധിക്കും. നാഥൻ തുണക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ.